ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബോൾ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് റമദാനൊക്കെ ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ എഗ് ബോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മുട്ട ഇതുപോലെ ബോയിൽ ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വേണം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി തന്നെ നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ നിന്ന് അല്പം എടുത്തിട്ട് ബോൾ ഷേപ്പ് ആക്കി മാറ്റാം. ഇതുപോലെ വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ബോൾസും ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മുട്ട വേണം. അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോ ബോൾസും ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി ഈ ബോൾസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മുടെ പാൻ വെച്ച് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശം ഒരു 2 മിനിറ്റ് വേണം ഒരു സൈഡ് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ബാക്കിയുള്ള ബോൾസും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എഗ് ബോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.